ഹായ് എല്ലാവരും അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഫ്രെയിം സെറ്റാക്കാം കേട്ടോ. ഞാനത് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ജസ്റ്റ് കാണാം, എന്നിട്ട് നമുക്ക് ആ ഫ്രെയിം സെറ്റാക്കാം. ഓക്കെ, എന്താവുമെന്ന് അറിയില്ല, ഞാൻ ഫസ്റ്റ് ചെയ്യാം. നമ്മൾ പ്രിൻ്റ് എടുത്ത ആ പേപ്പർ, ഇത് ഫോട്ടോ പേപ്പറാണ്, ഗ്ലോസി ഫോട്ടോ പേപ്പറാണ്. പക്ഷേ ഇത് പറഞ്ഞാൽ സെയിം പേപ്പർ, സ്ട്രോങ് പേപ്പർ ആണോ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, സെറ്റായില്ല, കട്ടായി പോയി. അപ്പോൾ ഒന്നിതും കേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കത്തുള്ള ഒരു ഫ്രെയിം. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് വേസ്റ്റായി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫ്രെയിം. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ഇതാക്കാം. അങ്ങനെ നമ്മൾ ഇത് ഫസ്റ്റ് ഓപ്പൺ ആക്കി ഗൈസ്. ഉണ്ടല്ലേ, ഫസ്റ്റ് നമ്മളിത് ഓപ്പൺ ആക്കി നമുക്കിതൊരു ടിഷ്യൂ ആണ്, ജസ്റ്റ് ഒന്ന് തുടക്കാം. നമുക്ക് നമ്മളെ പേപ്പർ എടുക്കാം ഗൈസ്. ഇത് വെക്കാൻ കഴിയുന്നില്ലല്ലോ ഗൈസ്. നോക്കാം. യെസ് ഗൈസ്, ജസ്റ്റ് ഇതൊന്ന് ഗൈസ്. ഫൈനൽ നമുക്ക് നോക്കാം ഇങ്ങനെ. അപ്പോൾ എങ്ങനെയുണ്ട് കേസ്, നമ്മൾ A4 സൈസ് അളവ് എടുത്തത്, എഡിറ്റ് ചെയ്ത അളവ് എടുത്തപ്പോൾ ഒന്ന് പാളിപ്പോയി. അതാണ് ആ സൈഡ് കാണുക കേസ്. ഇത് നമ്മൾ ഫസ്റ്റ് കാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അടിപൊളിയാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് കേസ്? ഫുള്ളുണ്ടെങ്കിൽ ഈ ഒരു ലുക്കിൽ വരേണ്ടതേനു കേസ്. ഇതിപ്പോൾ ആ രണ്ട് സൈഡ് അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് അതൊരു ബോറായിപ്പോയത്. പക്ഷേ ഈ ഒരു ലുക്കിലാണ് ശരിക്കും ഇത് വരേണ്ടത്. കണ്ടില്ലേ, മറ്റേൽ ആ രണ്ട് സൈഡ് വൈറ്റ് സൈഡ് കാണുന്നതുകൊണ്ടാണ് അത് ആ ഒരു എന്താ പറയുക ബോറായിട്ട് ആ ഒരു ഫീൽ ആവണത്. അപ്പോൾ ഇത് നല്ല ഭംഗിയല്ലേ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ടൈം അടിപൊളിയാവും. അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത ഫ്രെയിം അടിപൊളിയാവും, കാരണം നമുക്കിതിൻ്റെ ഒരു ഏകദേശം അളവും ഒക്കെ കിട്ടിയല്ലോ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതിലേറെ ഉഷാറാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയത് കേട്ടോ. അതായത് അതിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് ഇതായിപ്പോയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.